E h of x z equal to c1 e raised to minus gamma z plus c2 e raised to gamma z ആണ്. Then c1 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? c1 നമ്മൾ let c1 equal to a e raised to j phi 1 and c2 എന്ന് പറയുന്നത് എന്താണ്? b e raised to j phi 2 ആണ്. സോ അതേപോലെ ഗാമയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? ഗാമ ഈക്വൽ ടു എന്താണ്? ആൽഫ പ്ലസ് ജെ ബീറ്റ. ഓക്കെ, ആൽഫ പ്ലസ് ജെ ബീറ്റ ആണ്. സോ നമുക്ക് എന്തെന്ന് എഴുതാനായിട്ട് സാധിക്കും? ഈ ഇവിടെ എന്താണ്? ഈ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് സി ടു ഇ റേസ് ടു ഗാമ ഇസഡ് ആണ്. ദെൻ സി വൺ എന്ന് പറയുന്നത് എ ഇ റേസ് ടു ജെ ഫൈ വൺ ആൻഡ് സി ടു എന്ന് പറയുന്നത് ബി ഇ റേസ് ടു ജെ ഫൈ ടു എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എലോങ് വിത്ത് ഗാമയുടെ വാല്യൂ എന്താണ്? ആൽഫ പ്ലസ് ജെ ബീറ്റ. ഇതെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് എന്ത് വരും? ഈ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു സി വണ്ണിന് പകരം എ ഇ റേസ് ടു ജെ ഫൈ വൺ, എ ഇ റേസ് ടു ജെ ഫൈ വൺ ആൻഡ് ഇ റേസ് ടു മൈനസ് ഗാമ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് ജെ ബീറ്റ ഇസഡ് പ്ലസ് സി ടു എന്ന് പറയുന്നത് എന്താണ്? C2 is b e raised to j phi 2. Okay, b e raised to j phi 2 ആണ് into e raised to gamma z alpha plus j beta z. Okay, alpha plus j beta z. Then expand ചെയ്യുകയാണ് a e raised to minus alpha z. Okay, minus alpha z ഇൻറ്റു ഇ റേസ് ടു എന്തെന്ന് എഴുതാം? ജെ കോമൺ ഔട്ട് സൈഡ് എടുക്കുന്നു. ജെ ഫൈ വൺ മൈനസ് എന്തെന്ന് എഴുതാനായിട്ട് പറ്റും? ജെ കോമൺ ആണ്. ഫൈ വൺ മൈനസ് ബീറ്റ. ഓക്കെ, ജെ ഫൈ വൺ മൈനസ് ബീറ്റ ഇസഡ് ആൻഡ് പ്ലസ് ബി ഇ റേസ് ടു ആൽഫ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു എന്ത് വരും? ഇ റേസ് ടു ജെ ഫൈ ടു പ്ലസ് എന്ത് വരും? ബീറ്റ ഇസഡ്. ഓക്കെ, ഇ റേസ് ടു ജെ ഫൈ ടു പ്ലസ് ബീറ്റ ഇസഡ്. ദെൻ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ജെ തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് എന്ത് വരും? കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ അല്ലേ? കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. Then e raised to j theta can be expressed as cos theta plus j sin theta. So ഇവിടെ e raised to j phi 1 minus beta z എന്ന് പറയുന്നത് എന്ത് വരും? ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഇസഡ് ഇ റേസ് ടു ജെ ഫൈ വൺ പ്ലസ് ബി ഇ റേസ് ടു ആൽഫ ഇസഡ് ഇ റേസ് ടു ജെ ബീറ്റ ഇസഡ് ഇ റേസ് ടു ജെ ഫൈ ടു. ദെൻ നമ്മുടെ ഈ എച്ച് ഓഫ് എക്സിനെ ഈ ഇ റേസ് ടു ജെ ഒമേഗ ടി വെച്ച് ഇൻഡു ചെയ്യുന്നു. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ഈ എച്ച് ഓഫ് ഇസഡ് ഇൻഡു എന്താണ്? ഇ റേസ് ടു ജെ ഒമേഗ ടി. അപ്പോൾ ഒരു എക്സ്ട്രാ ടേം എന്ത് വന്നു? ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേമും കൂടെ വരും. അപ്പോൾ നമുക്ക് ഈ എച്ച് ഓഫ് ടീനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഈ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു ഈ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഇസഡ് ദെൻ ഇ റേസ് ടു ജെ ഫൈ വൺ ദെൻ ഇ റേസ് ടു ജെ ഒമേഗ ടിയും കൂടെ ഉണ്ട്. ഇ റേസ് ടു ജെ ഒമേഗ ടി ദെൻ പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ആൻഡ് ഇ റേസ് ടു ജെ ബീറ്റ ഇസഡ് മൈനസ് അല്ല പ്ലസ് ബി ഇ റേസ് ടു പ്ലസ് ആൽഫ ഇസഡ് ഇ റേസ് ടു ജെ ബീറ്റ ഇസഡ് ഇ റേസ് ടു ജെ ഫൈ ടു ആൻഡ് ഇ റേസ് ടു ജെ ഒമേഗ ടി. സോ ഇതിന് നമ്മൾ റിയൽ പാർട്ട് മാത്രം എടുത്തിട്ട് എഴുതുവാണ്. സോ റിയൽ പാർട്ട് ഓഫ് ഈ എച്ച് ഓഫ് ഇസഡ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് എന്ത് വരും? എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ആൻഡ് ബി ഇ റേസ് ടു പ്ലസ് ആൽഫ ഇസഡും റിയൽ പാർട്ടിൽ വരും. ദെൻ എന്ത് വരും? ഇതിന് നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഇസഡ് ജെ ഫൈ വൺ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഇത്രയും ടേംസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? ദിസ് ടേംസ് ബിക്കംസ് ഇ റേസ് ടു
e raised to j into omega t minus beta z plus phi 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. മൈനസ് ബീറ്റ z പ്ലസ് phi 1 that is equal to e raised to j omega t minus beta z plus phi 1 equal to cos omega t minus beta z plus phi 1 plus j sin of this term varum. Okay, plus j sin of this term varum. Then similarly ഈ കേസിലും b e raised to alpha z varum. Then e raised to j beta z, e raised to j phi 2, extra എന്ത് വരും e raised to j omega t. So e raised to j എന്ത് വരും omega t plus beta z plus phi 2 എന്ന് വരും. That is ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം cos omega t plus beta z plus phi 2 plus j sin into varum this term. Okay, this term varum plus j sin this term. And so ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് കോസ് ടേം ആണ് അല്ലേ, പ്ലസ് ജെ സൈൻ ആണ്. സോ റിയൽ പാർട്ട് എന്ന് പറയുന്നത് കോസ് ടേം വരും. രണ്ടിലും കോസ് ടേം വരുമ്പോൾ എന്ത് വരും റിയൽ ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് എന്ത് വരും എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി കോസ് ഓഫ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് പ്ലസ് phi 1 പ്ലസ് ബി ഇ റേസ് ടു ആൽഫ ഇസഡ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ബീറ്റ ഇസഡ് പ്ലസ് phi 2 എന്ന് പറയും. ഇതിനെ നമുക്ക് വേവ് അലോങ് പ്ലസ് ഇസഡ് ഡയറക്ഷനും ദെൻ ദിസ് കമ്പോണൻറ്റ് ഇസ് ദ വേവ് അലോങ് മൈനസ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, പ്ലസ് ഇസഡ് ഡയറക്ഷൻ ആൻഡ് മൈനസ് ഇസഡ് ഡയറക്ഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ സൊല്യൂഷൻ ഷോസ് ദാറ്റ് ദർ ആർ ടു പ്ലെയിൻ വേവ്സ്, രണ്ട് പ്ലെയിൻ വേവ്സ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് എ പ്ലെയിൻ വേവ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് അലോങ് ദി പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ പ്ലസ് ഇസഡ് ഡയറക്ഷനിലും. ആൻഡ് then since alpha is positive, alpha positive ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലസ് ഇസഡ് ഡയറക്ഷൻ ആണ്. ദെൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് എന്ന് പറയുന്നത് ഡിക്രീസസ് ആയിരിക്കും ആസ് ദ വേവ് അഡ്വാൻസസ്. വേവ് അഡ്വാൻസ് ചെയ്യുമ്പോൾ അതായത് ഇസഡ് ഗ്രേറ്റർ ദാൻ 0, അതായത് പ്ലസ് ഇസഡ് ഡയറക്ഷനിലാണ്. ദെൻ ആൽഫയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ ഡിക്രീസസ് ആയിരിക്കും. ആൻഡ് ടെക്നിക്കലി സ്പീക്കിംഗ് ദ വേവ് ഗെറ്റ്സ് അറ്റ്യൂനേറ്റഡ്, അതായത് ടെക്നിക്കലി പറയുമ്പോൾ എന്തായിരിക്കും വേവ് എന്ന് പറയുന്നത് അറ്റ്യൂനേറ്റഡ് ആയിരിക്കും. ആൽഫ പോസിറ്റീവ് ആണ്, സോ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡിൻ്റെ വാല്യൂ ഡിക്രീസിങ് ആയിരിക്കും. സോ ദ വേവ് ഗെറ്റിംഗ് അറ്റ്യൂനേറ്റഡ്, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും എക്സ്പോണൻഷ്യലി. ദ ക്വാണ്ടിറ്റി ആൽഫ എന്ന് പറയുന്നത് അപ്പോൾ എന്തെന്ന് പറയാൻ പറ്റും ഇസ് എ മെഷർ ഹൗ റാപ്പിഡ്ലി ദ വേവ് ഗെറ്റ് അറ്റ്യൂനേറ്റഡ്. വേവ് എന്തോരം വേഗത്തിലാണോ അറ്റ്യൂനേറ്റഡ് ആകുന്നത് അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു അറ്റ്യൂനേഷൻ കോൺസ്റ്റൻറ്റ്, ഇറ്റ്സ് യൂണിറ്റ് ഈസ് നെപ്പർ പെർ മീറ്റർ. ഓക്കെ, അറ്റ്യൂനേഷൻ പെർ മീറ്റർ. ഓക്കെ, the quantity alpha is a measure how rapidly the wave get attenuated. Okay. Then the second term is ഈ ടേം എന്താണ് വേവ് അലോങ് മൈനസ് ഇസഡ് ഡയറക്ഷൻ ആണ്. സ്റ്റാൻഡ്സ് ഫോർ എ പ്രോഗ്രസീവ് പ്ലെയിൻ വേവ് അലോങ് ദി നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ അലോങ് ആയിട്ടുള്ള പ്ലെയിൻ വേവിൻ്റെ പ്രോഗ്രഷൻ കാണിക്കുന്ന ഇക്വേഷനാണ് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ബി റേസ് ടു ആൽഫ ഇസഡ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ബീറ്റ ഇസഡ് പ്ലസ് phi 2 എന്ന് പറയുന്ന ഇക്വേഷൻ. ദെൻ ഇൻ ദിസ് കേസ് ഓൾസോ ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. ഈ കേസിലും എന്ത് തന്നെയായിരിക്കും ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുകയാണ് എക്സ്പോണൻഷ്യലി. കാരണം എന്താണ് ഇ റേസ് ടു ആൽഫ ഇസഡ് എന്ന് പറയുന്ന ടേം ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും സോ ആൽഫ ഇസഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഇ റേസ് ടു ആൽഫ ഇസഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, ഇസഡ് നെഗറ്റീവ് ആയ കാരണം കൊണ്ട് ഈ കേസിലും എന്തായിരിക്കും ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുമായിരിക്കും. ഹിയർ ദി എക്സ്പോണൻറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ് ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പോണൻറ്റ് എന്താകുന്നു മോർ ആൻഡ് മോർ നെഗറ്റീവ്, കാരണം ഇസഡ് ലെസ് ദാൻ 0 ആണ്. സോ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു റീറൈറ്റ് ദ സൊല്യൂഷൻ with complex amplitude as Ex plus Ex minus. Okay,
അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ ഇ എച്ച് പ്ലസ് എന്നും ഇ എച്ച് മൈനസ് എന്നും റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് ഈക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും? ഇ എച്ച് ഈക്വൽ ടു ഇ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ദെൻ പ്ലസ് ഇ എച്ച് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇ എച്ച് ഈക്വൽ ടു ഇ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇവിടെ C1 പകരം ഇവിടെ നമ്മൾ എഴുതിയ C1 പകരം എന്തായി? ഇ എച്ച് പ്ലസ് എന്നും C2 പകരം ഇ എച്ച് മൈനസ് എന്നും എഴുതാം. ഇ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് ഇ എച്ച് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് വരും. ആൻഡ് വി നൗ ഫൈൻഡ് ഔട്ട് ദി എച്ച് കമ്പോണൻസ് കാണാൻ പോവുകയാണ്. ഇനി നമ്മൾ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഫ്രം ദി മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. സോ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഡോ ബൈ ഡോ ടിക്ക് ജെ ഒമേഗ കൊടുക്കുന്നു മൈനസ് ജെ ഒമേഗ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എച്ച് എന്ന് വരും. ഓക്കെ, മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച്, ബീറ്റ എന്ന് പറയുന്നത് മ്യൂ എച്ച്. ഓക്കെ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എന്ന് വരും. ദെൻ ഡെൽ ക്രോസ് ഇ വെക്റ്റർ ഫോം ദെൻ ഡിറ്റർമിനൻറ്റ്. ഡെൽ ക്രോസ് ഇന് നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും? ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓക്കെ, യൂണിറ്റ് വെക്റ്റേഴ്സ് എച്ച് എ എച്ച് എ വൈ എ സെഡ് ദെൻ ഡോ ബൈ ഡോ എച്ച് ഡോ ബൈ ഡോ വൈ ആൻഡ് ഡോ ബൈ ഡോ സെഡ്. സിൻസ് ഇ ഹാസ് ഓൺലി എച്ച് കമ്പോണൻറ്റ്, ഇക്ക് എച്ച് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എച്ച് കമ്പോണൻറ്റ്. സോ എന്ത് വരും? ഇ എച്ച് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് ആണ്. സോ എച്ചിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എച്ച് എ എച്ച് പ്ലസ് എച്ച് വൈ എ വൈ പ്ലസ് എച്ച് സെഡ് എ സെഡ് എന്ന് വരും. ദെൻ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് യൂണിറ്റ് വെക്റ്റേഴ്സ് ആഫ്റ്റർ എക്സ്പാൻഷൻ. ഇത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോഎഫിഷ്യൻസ് കിട്ടുമല്ലോ രണ്ടിലും. എച്ചിൻ്റെയും എ വൈയുടെയും എ സെഡിൻ്റെയും കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോൺ സീറോ കമ്പണൻ്റ് ആയിട്ട് കിട്ടുന്ന എന്തായിരിക്കും? എച്ച് വൈ മാത്രമായിരിക്കും അല്ലേ? നോൺ സീറോ കമ്പണൻ്റ് ആയിട്ട് എച്ച് വൈ മാത്രമായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് എച്ച് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എച്ച് വൈ ഈസ് ഇക്വൽ ടു ഗാമ ബൈ ജെ ഒമേഗ മ്യൂ. ഓക്കെ, ഗാമ ബൈ ജെ ഒമേഗ മ്യൂ into EH plus e raised to minus gamma Z minus EH minus e raised to gamma Z എന്ന് കിട്ടും. ഓക്കെ, EH plus e raised to minus gamma Z minus EH minus e raised to gamma Z എന്ന് കിട്ടും. സോ ഓർ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഓർ ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ, ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ ഈക്വൽ ടു എന്ത് വരും? ഈ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് ഇ എച്ച് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് വൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ എച്ച് വൈ. ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ ഈക്വൽ ടു ഇ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് ഇ എച്ച് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് വൈ എന്ന് കിട്ടും. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഡയമെൻഷനലി ഇൻഡിപെൻഡൻസ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡയമെൻഷനലി ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് ഓർ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷനലി ഇമ്പിഡൻസ്. ഓക്കെ, ഡയമെൻഷനലി ഇമ്പിഡൻസ് ആണ്. ഇ എച്ച് പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് ഇ എച്ച് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് വൈ. ദാറ്റ് ഈസ് ഇതിനെ എന്തെന്ന് പറയാൻ പറ്റും? ഡയമെൻഷനലി ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് ഇതിനെ ഡയമെൻഷനലി ഇമ്പിഡൻസ് ആണ്. സോ ഇതിനെന്താണ് പറയുന്നത്? ഇൻട്രിൻസിക് ഓർ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്നാണ് പറയുന്നത്. ഇമ്പിഡൻസ്. ഓക്കെ, ഇൻട്രിൻസിക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ഇൻട്രിൻസിക് ഇമ്പിഡൻസ്. ഓക്കെ, ഇൻട്രിൻസിക് ഇമ്പിഡൻസ്. ദെൻ ഇൻട്രിൻസിക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈറ്റ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ ആണ്. ദാറ്റ് ഈസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഈറ്റ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമയാണ്. ദാറ്റ് ഈസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ഗാമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൂട്ട് ഓഫ്
ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ, റൈറ്റ്? J omega mu by sigma, that is equal to j omega mu divided by j omega mu into root of j omega mu into sigma plus j omega epsilon. So this can be represented, written as or j omega root j omega mu and root j omega mu get cancelled, so root of j omega mu divided by ennu varum sigma plus j omega epsilon nu varum. Okay, intrinsic impedance eta equal to ennu kittum root of j omega mu divided by sigma plus j omega epsilon nu kittum. This equation is very much important. Okay, equation ഭയങ്കര important ആണ്. eta intrinsic impedance equal to root of j omega mu divided by sigma plus j omega epsilon. Then alpha plus beta, gamma എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൽഫ പ്ലസ് ജെ ബീറ്റ ആണ്. സോ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഗാമ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. ആൻഡ് ആൽഫ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ആൽഫ സ്ക്വയർ മൈനസ് ജെ സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണ്. ജെ സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ജെ സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ജെ ബീറ്റ. 2 ആൽഫ ജെ ബീറ്റ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ എന്ന് കിട്ടും. ദെൻ ജെ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ജെ സ്ക്വയർ ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലൈസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ മൈനസ് 2 ആൽഫ ജെ ബീറ്റ എന്ന് കിട്ടും. ദെൻ 2 ആൽഫ ബീറ്റയ്ക്ക് നമ്മൾ ഒമേഗ മ്യൂ സിഗ്മ കൊടുക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ദെൻ എന്ത് വരും? ജെ ഒമേഗ മ്യൂ സിഗ്മ എക്സ്പാൻഡ് ചെയ്യുക. ജെ സ്ക്വയർ എന്ത് വരും? -1 വരും അല്ലേ? ജെ സ്ക്വയർ ഈക്വൽ ടു -1, ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ മൈനസ് 2 ആൽഫ ജെ ബീറ്റ ആണ്. 2 ആൽഫ ബീറ്റയ്ക്ക് ഒമേഗ മ്യൂ സിഗ്മ എന്ന് കൊടുക്കുന്നു. ദെൻ എന്ത് വരും? ജെ ഒമേഗ mu sigma. Okay, j omega mu sigma, these two terms get cancelled. Finally എന്ത് വരും? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് വരുന്ന എന്ത് വരും? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എന്ന് വരും. മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 6 in equation 5 gives alpha square minus ഇനി ബീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ കിട്ടി. ദെൻ ബീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ബീറ്റ ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? ഒമേഗ മ്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ 2 ആൽഫ എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഒമേഗ മ്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ 2 ആൽഫ. സോ ബീറ്റ സ്ക്വയർ എന്ത് വരും? ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ സ്ക്വയർ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആൽഫ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയറിൻ്റെ പ്ലേസിൽ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 4 ആൽഫ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഓർ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഓക്കെ, ദിസ് ഇക്വേഷൻ ബിക്കംസ് എന്ത് വരും? ആൽഫ റേസ് ടു 4 ആൽഫ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ റേസ് ടു 4 മൈനസ് ഈ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എൽ എച്ച് എസിലേക്ക് പോകും. അപ്പോൾ എന്താവും? പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആൽഫ സ്ക്വയർ മൈനസ് എന്ത് വരും? ഒമേഗ സ്ക്വയർ
mu square sigma square by 4 equal to 0. This can be ഇതെന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. പ്രൊവൈഡഡ് ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആൽഫ സ്ക്വയർ. ആൽഫ സ്ക്വയറിൻ്റെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ സ്ക്വയർ മ്യൂ സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്യുവാണ്. അപ്പോൾ ആൽഫ സ്ക്വയറിന് പറഞ്ഞ് എന്ത് കിട്ടും? മൈനസ് ബി എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ബൈ 4ac ബൈ 2a ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 വെളിയിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 പ്ലസ് ഒരു മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് ദിസ് മൈനസ് 1 വരും. ദെൻ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ മാത്രം വെളിയിലേക്കും അല്ലേ. റൂട്ട് ഓഫ് ദിസ് ടേം ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ സ്ക്വയർ ആയതുകൊണ്ട് ഒമേഗ ഇസ് ഔട്ട്സൈഡ് ദ റൂട്ട് വരും. ഒമേഗ ഇൻറ്റു മ്യൂ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് ഇൻറ്റു വരും 1 പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ആൽഫ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ആൽഫയുടെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡെറിവേഷൻ പഠിക്കുക. ദെൻ പ്ലസ് ദിസ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, പ്രോബ്ലത്തിലൊക്കെ ചോദിക്കും. ഓക്കെ, ദെൻ എന്താണ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത്? എന്താണ് ബീറ്റ സ്ക്വയർ? ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. കാരണം എന്താണ്? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആണ്. സോ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സോ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആണ്. ആൽഫ സ്ക്വയർ എന്താണെന്ന് ഇവിടെ കിട്ടി. ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 ആണ്. ദെൻ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ചെയ്യുക. അപ്പോൾ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ എന്ത് കിട്ടും? ബീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. സിമിലർ ഇക്വേഷനാണ്, ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ മൈനസ് ആയിരുന്നു ആൽഫയുടെ കേസിൽ. ദെൻ ബീറ്റയുടെ കേസിൽ എന്തായി? +1 ആയി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ്? ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഈറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ നീട്ടി ഇൻട്രിൻസിക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ദെൻ അടുത്ത് നമ്മൾ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആൽഫ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ജെ ഒമേഗ മ്യൂ ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. അതിനകത്ത് നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ കിട്ടും. ദെൻ ബീറ്റ എന്ന് പറയുന്നത് ഒമേഗ മ്യൂ സിഗ്മ ബൈ 2 ആൽഫയാണ്. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്ന ഇങ്ങനെ കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 കിട്ടും. ദെൻ അതിനകത്ത് നിന്ന് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ദാറ്റ് ഇസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. Then
അതിനകത്തുനിന്ന് ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 1 വരും. ദാറ്റ് ഈസ് ബിയും ബീറ്റയും ആൽഫയും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ള? ആൽഫ എന്ന് പറയുന്നത് ഇവിടെ -1 ആയിരുന്നു, ബീറ്റ വരുമ്പോൾ എന്ത് വരും? +1 ആകും. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് അല്ലേ? ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കാണാതെ പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ എന്ത് വരും? ഇനി അടുത്തത് നമ്മൾ അടുത്ത വേവ് പ്രൊപ്പഗേഷൻ ഇൻ ലോസി ഡൈലക്ട്രിക്സ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, വേവ് പ്രൊപ്പഗേഷൻ ഇൻ ലോസി ഡൈലക്ട്രിക്. A lossy dielectric is a medium in which electromagnetic wave loses power as it propagates due to poor conduction. അപ്പോൾ വേവ് ലോസി ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there will be a power loss for the electromagnetic wave. Electromagnetic wave ലോസി ഡൈലക്ട്രിക്കിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാകും? ഒരു പവർ ലോസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് ലോസി മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ലോസി മീഡിയം എന്ന് പറയാൻ കാരണം അവിടെ ഒരു ലോസ് ഉണ്ടാകും. ആൻഡ് അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇറ്റ്സ് പുവർ കണ്ടക്ഷൻ. അപ്പോൾ ലോസി ഡൈലക്ട്രിക് എന്ന് പറയുമ്പോൾ സിഗ്മ 0 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സിഗ്മ വിൽ നോട്ട് ബി ഈക്വൽ ടു 0. സിഗ്മ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ലോസി ഡൈലക്ട്രിക് ഈസ് എ പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം. ലോസി ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം ആണ്. ദാറ്റ് ഈസ് അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇംപെർഫെക്റ്റ് ഡൈലക്ട്രിക് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഡൈലക്ട്രിക് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഈക്വൽ ടു 0 ആയിരിക്കും. ബട്ട് ഇവിടെ എന്താണ്? സിഗ്മ നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഇതിൻ്റെ പുവർ കണ്ടക്ഷൻ ആണ്. സോ നമുക്കൊരു പെർഫെക്റ്റ് കണ്ടക്ടർ എന്നും പറയാൻ പറ്റത്തില്ല, പെർഫെക്റ്റ് ഡൈലക്ട്രിക് എന്നും പറയാൻ പറ്റില്ല. ഇത് പുവർ കണ്ടക്ഷൻ ആൻഡ് എന്തായിരിക്കും? ഇംപെർഫെക്റ്റ് ഡൈലക്ട്രിക് ആയിരിക്കും. അപ്പോൾ ലോസി ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെർഫെക്റ്റ് ഡൈലക്ട്രിക് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കണ്ടക്ടർ എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം ആയിരിക്കും. സിഗ്മ വിൽ നോട്ട് ബി ഈക്വൽ ടു 0. സിഗ്മ നോട്ട് ഈക്വൽ ടു 0 as distinct from a lossless dielectric. അല്ലെങ്കിൽ ലോസ്ലെസ് ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് കണ്ടക്ടർ അല്ലെ, സോറി, ഗുഡ് ഡൈലക്ട്രിക് ആയിരിക്കും. ലോസ്ലെസ് ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഓർ ഗുഡ് ഡൈലക്ട്രിക് ആയിരിക്കും. ലോസി ഡൈലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോസി മീഡിയം ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം. സോ അതൊരു ഇംപെർഫെക്റ്റ് ഡൈലക്ട്രിക് ആണ്. പാർഷ്യലി കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ എന്നും പറയാൻ പറ്റില്ല, ഇംപെർഫെക്റ്റ് കണ്ടക്ടറുമാണ്. ഓക്കെ, ദെൻ consider a linear isotropic homogeneous lossy dielectric medium that is charge free. അപ്പോൾ ചാർജ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡൈലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യുന്നു. അതിൽ എങ്ങനെയായിരിക്കും? റോ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചാർജ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റോ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അസ്യൂമിങ് ആൻഡ് സപ്രസിങ് ദ ടൈം ഫാക്ടർ e⁻j⍵t. e⁻j⍵t എന്ന് പറയുന്ന ടൈം ഫാക്ടർ സപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ത് വരും? ഡെൽ ഡോട്ട് ES equal to 0 and del dot HS equal to 0 and del cross ES എന്ന് പറയുന്നത് -j⍵mu HS and del cross HS എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് j⍵ εs എന്ന് വരും. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഇക്വേഷൻസ് ആയിരിക്കും എന്താണ്? നമ്മളൊരു ലീനിയർ ഐസോട്രോപിക് ഹോമോജീനിയസ് ലോസി ഡൈലക്ട്രിക് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് ES ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് HS ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ക്രോസ് ES എന്ന് പറയുന്നത് എന്ത് വരും? -ഡോ ബി ആണ്. ദാറ്റ് ഇസ് ഡെൽ ക്രോസ് E എന്ന് പറയുന്നത് എന്താണ്? -ഡോ ബി ബൈ ഡോ ടി. ദാറ്റ് ഈസ് എന്താണ്? -ഡോ ബി ബൈ ഡോ ടി -mu ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, ഇവിടെ HS ആണ്. സോ എന്ത് വരും? ഡെൽ ക്രോസ് ES ഈക്വൽ ടു -j ആൻഡ് ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു j⍵. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെൽ ക്രോസ് ES എന്ന് പറയുന്നത് -j⍵mu HS എന്നും ഡെൽ ക്രോസ് HS എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് j⍵ ε ES